ഇടുക്കി ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കില്ല എന്ന് ഗവൺമെന്റ് ആണയിട്ട് പറയുമ്പോഴും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ വനവിസ്തൃതിയിൽ വൻ വർധനവുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2020 ശേഷം ജില്ലയിൽ 1837.10 ഏക്കർ റവന്യൂ ഭൂമിയാണ് വനഭൂമിയായി കരട് വിജ്ഞാപനം ചെയ്തത്. ഇതിൽ ഭൂരിഭാഗവും ചിന്നക്കനാൽ വില്ലേജിലാണ്. ചിന്നക്കനാൽ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 6-ൽ 290.35 ഹെക്ടർ റവന്യൂ ഭൂമി സൂര്യനെല്ലി റിസർവ് എന്ന പേരിൽ സംരക്ഷിത വനമാക്കി 2021 മാർച്ച് 24-ന് കരട് വിജ്ഞാപനം ഇറക്കി. 2023 സെപ്റ്റംബർ 20-ന് ചിന്നക്കനാൽ റിസർവ് എന്ന പേരിൽ 364.89 ഹെക്ടർ ഭൂമി റിസർവ് വനമായി വിജ്ഞാപനം ചെയ്തു. 2024 ഫെബ്രുവരി 27-ന് 1.5 ഹെക്ടർ ഭൂമി ആനയിറങ്കൽ റിസർവ് എന്ന പേരിൽ കരട് വിജ്ഞാപനം ചെയ്തു. ഗവൺമെന്റ് തുടർച്ചയായി റവന്യൂ ഭൂമി വനഭൂമി ആക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപണം. ഇടതുമുന്നണി ഭരണത്തിൽ ഇടുക്കി ജില്ലയിൽ വനം വകുപ്പ് വളരെ അപകടകരമായ കളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ജനവിരുദ്ധമായ പ്രവർത്തനങ്ങൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണകാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനം 1 ഇഞ്ച് വനഭൂമി പോലും ഇല്ലാത്ത ചിന്നക്കനാൽ വില്ലേജിൽ അവിടെ വർഷങ്ങളായി മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത, സിമന്റ് പാലം എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ ചെക്ക് പോസ്റ്റ് ഇട്ട് വനം വകുപ്പിന്റെ സ്ഥലം എന്ന ബോർഡ് വെച്ച് അങ്ങോട്ട് പ്രവേശിക്കുന്നത് വനം വകുപ്പ് നിരോധിച്ചിരിക്കുകയാണ്. ഇത് അത്യന്തം അപകടകരമായ നടപടിയാണ്. ഇത് വനം വകുപ്പ് ഈ നടപടിയിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇടുക്കിയിൽ നിന്നുള്ള മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും ഉടുമ്പൻചോല MLA ശ്രീ MM മണിയും ദേവികുള MLA ശ്രീ A രാജയും ഒക്കെ ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്ത് രേഖകളുടെ പിൻബലത്തിലും അടിസ്ഥാനത്തിലുമാണ് ചിന്നക്കനാലിൽ പുതുതായി വനം വകുപ്പ് ഇത് വനം വകുപ്പിന്റെ സ്ഥലം എന്ന് പറഞ്ഞ് ബോർഡും ചെക്ക് പോസ്റ്റും വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അതാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. കർഷക സംഘടനകളെയും ഇതിനോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കെടുപ്പിക്കുവാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.